പൊന്നൂസിന്റെ ഇക്കാക്ക എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതെ, ഞങ്ങളുടെ പുതിയ ഒരു കുട്ടി വ്ളോഗാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വ്ളോഗിന്റെ ഒരു കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആളുകൾ ഞങ്ങളോട് Q&A ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലാവട്ടെ, ഫേസ്ബുക്കിലാവട്ടെ, യൂട്യൂബിലൊക്കെ ഒരുപാട് കമന്റ്സ് കണ്ടു നിങ്ങളൊരു Q&A ചെയ്യൂ എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ഒരു Q&A സ്റ്റോറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഒരുപാട് ആൾക്കാരുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടല്ലേ പൊന്നൂസേ? ഒരുപാട് ആൾക്കാർക്ക് പല പല ഡൗട്ട് ഉണ്ട്. അതെ, ഒരുപാട് വന്നതിൽ ആൾക്കാർ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അതിൽ ഞങ്ങൾ സെലക്ട് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള ആൻസറുകളാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ച ക്വസ്റ്റ്യനിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യാൻ പോവാം അല്ലേ? ഹാപ്പി? തുടങ്ങല്ലേ? അപ്പൊ ഞങ്ങൾ തുടങ്ങുകയാണ് ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം. പൊന്നൂസേ, അപ്പൊ ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എബോവ് 500ന്റെ മുകളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നതുണ്ട്. അതിൽ നമ്മൾ സെലക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യന് നമുക്ക് ആൻസർ കൊടുക്കാം അല്ലേ? അപ്പൊ നമുക്ക് ആദ്യമായിട്ട് എന്താ പറയുക കൊടുക്കണ്ടേ? എല്ലാവരും ചോദിച്ചത് പൊന്നൂസ് നിങ്ങളുടെ ആരാണ് ചോദിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ? അതെ, അപ്പൊ പൊന്നൂസ് ആരാണ് നിങ്ങളുടെ എന്നുള്ള കുറെ ക്വസ്റ്റ്യൻസ് വീഡിയോസ് ഫുള്ളായിട്ട് കണ്ട ആൾക്കാരാണെങ്കിൽ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. പൊന്നൂസിന്റെ വൺ ആൻഡ് ഓൺലി വൺ സിസ്റ്റർ, എന്റെ ലവ്ലി സിസ്റ്റർ ആണ്. ഞങ്ങൾ അടുത്തൊരു ക്വസ്റ്റ്യനിൽ ഇതിനോട് ഡിപ്പെൻഡഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിനും കൂടെ ആൻസർ പറയാണ്. നിങ്ങൾ ഫാമിലിയിൽ എത്ര പേരുണ്ട്, വീട്ടിൽ ആരൊക്കെയുണ്ട് എന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും കൂടെ. ഞങ്ങൾ 3 മക്കളും ഉപ്പ ഉമ്മ, ഞങ്ങൾ 5 പേരടങ്ങുന്ന ഞങ്ങളുടെ ഫാമിലി. ഇപ്പോൾ നിങ്ങൾ നാട്ടിലാണോ വിദേശത്താണോ എന്ന ക്വസ്റ്റ്യന് ഞങ്ങൾ ഇപ്പോൾ സൗദി അറേബ്യ ജിദ്ദയിലാണ് ഉള്ളത്. നാട്ടിൽ എവിടെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. നാട്ടിൽ ഞങ്ങൾ രാംനാട്ടുകര അടുത്ത് പെരിങ്ങാവ് കൊടപ്പുറം എന്ന സ്ഥലത്താണ് ഞങ്ങളുടെ പ്രോപ്പർ വീടുള്ളത്. ഇപ്പൊ ഞങ്ങൾ സൗദിയിൽ ജിദ്ദയിലാണ് അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പിന്നെ ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ 2 മക്കളാണോ? ഞങ്ങൾ 2 മക്കളല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 3 മക്കളുണ്ട്. പിന്നെ വർക്ക് ചെയ്യാണോ? അതെ, ഞാനും ബ്രദറും വർക്ക് ചെയ്യാണ്. പൊന്നൂസ് ഉപ്പ ഉമ്മ ഒക്കെ ഇവിടെ വീട്ടിലുണ്ട്. പിന്നെ ചോദിച്ചിട്ടുള്ളത് പൊന്നൂസ് സ്കൂളിൽ പോകുന്നുണ്ടോ? തമിഴ്നാട്ടുകാര് അതേപടി ആണ്. മലപ്പുറം. അതെ, മലപ്പുറം രാംനാട്ടിന്റെ അടുത്ത് ഐക്കരപ്പടി ബഡ്സ് സ്കൂൾ ഉണ്ട് കല്ലറക്കുന്ന്. ആ സ്കൂളിലാണ് പൊന്നൂസ് പഠിക്കുന്നത്. ഓള് 4 സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആശാകിരണില്, ഫറൂഖില്, രാംനാട്ടുകര, അതേപോലെ ഇപ്പോൾ ഓള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കല്ലറക്കുന്ന് ബഡ്സ് സ്കൂളിലാണ്. ഇപ്പം ലീവ് ആക്കിയിട്ട് ഇക്കാക്കമാരുടെ കൂടെ ഇവിടെ സൗദിയിൽ അടിച്ചു പൊളിക്കുകയാണ്. ഓള് വരുന്നില്ല, ഒരു 10 ദിവസം കൂടെ ഒക്കെ ലീവ് ആക്കിയിട്ടാണ് ഇനി ക്ലാസ്സിന് പോവുള്ളൂ എന്നാ പറഞ്ഞത്. അപ്പോ അടുത്ത ക്വസ്റ്റ്യന്, പൊന്നൂസിന്റെ ഏജ് ചോദിച്ചിട്ട് കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഏജ് ജസ്റ്റ് ഫോർ നമ്പർ എന്ന് കുറെ പഴമക്കാർ പറഞ്ഞിട്ടുണ്ട്, കുറെ സെലിബ്രിറ്റീസ് പറഞ്ഞിട്ടുണ്ട്. അതന്നെ എനിക്കും പറയാനുള്ളത്. ഏജിലൊന്നും കാര്യമില്ലല്ലോ. ഓളിപ്പോഴും ഞങ്ങൾക്ക് കുട്ടിയാണ്. അപ്പം അത്രേ ഉള്ളൂ. ഒരു 10 വയസ്സ് വരെ ഏജ് ഞങ്ങൾ ഡിക്ലെയർ ചെയ്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ഏജ് ഉമ്മ ഞങ്ങൾക്ക് തന്നിട്ടില്ല. പക്ഷെ August 3 നമ്മൾ കേക്ക് ഒക്കെ മുറിച്ചിട്ട് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അതെ അതെ, ഫോണിൽ വന്ന ക്വസ്റ്റ്യൻ ഒക്കെ പൊന്നൂസ് ആൻസർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു ചോദ്യം, പൊന്നൂസിന്റെ ഹോബീസ് എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൊന്നൂസിന്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പാട്ടിടുക, ഡാൻസ് കളിക്കുക. യൂട്യൂബിൽ പാട്ട് കേട്ട് ഡാൻസ് കളിക്കും. ചില സമയങ്ങളിൽ ആ പാട്ടിന്റെ കൂടെ പാടുകയും ചെയ്യും. മൈക്ക് പിടിച്ചിട്ട് പുള്ളിക്കാരി പാടുകയും ചെയ്യും. പിന്നെ ചെയ്യുന്നതാണ് കളർ കൊടുക്കുക. കളറിങ്ങിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ മേ ബി ഉപ്പന്റെ ഒരു താവഴി കിട്ടിയതായിരിക്കും. ഉപ്പ ഒരു ആർട്ടിസ്റ്റ് ആണ്. പുള്ളിക്കാരൻ നന്നായി ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പൊന്നൂസിന് അങ്ങനെ ഒരു കഴിവ് കൂടി പടച്ചവൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്കൊന്ന് നോക്കാം. പൊന്നൂസ്
ആക്റ്റീവ് ആണോ, വീട്ടിലും എല്ലാമായിട്ട് പറ്റിയാണ് നല്ലതുപോലെ എല്ലാവരുമായിട്ട് നല്ലതുപോലെ ഇടപെടുമോ? തീർച്ചയായിട്ടും ആക്റ്റീവ് ആണോ ചോദിച്ചാൽ ആള് ഫുള്ളി ആക്റ്റീവ് ആണ്. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി ഓളോട് ചെയ്യാൻ പറഞ്ഞാൽ ആളൊന്ന് ഡൗൺ ആവും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ എയർ ക്യാപ്പ് ധരിച്ചത് പോലും. ഓക്കെ, ഈ തട്ട ഇടുന്നതൊക്കെ കുറച്ചൊരു ഇറിറ്റേഷൻ ആണ്. തലക്ക് കുറച്ച് ചൂട് കൂടുതൽ, കഴുത്തിന്റെ ബാക്കിലൊക്കെ ചൂട് കൂടുതലുണ്ട്. അപ്പൊ അത് കാരണം തട്ട നമ്മൾ ഇടാൻ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇട്ടാല് കുറച്ച് മൂടിയാവും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, വേറെ വാശി ദേഷ്യം കാര്യങ്ങളൊന്നുമില്ല. ആള് ചില്ലാണ്, എല്ലാവരോടും നല്ല ഇന്ററാക്ഷൻ ആണ് അല്ലേ? എല്ലാവരും അവളെ ഫ്രണ്ട്സ് ആണ്. ഈശി മാറ്റം ഒരാഴ്ച വെച്ച് അത് ശേഷമാണ് അല്ലാതെ പോയത്. ഓക്കെ ഓക്കെ. പിന്നെ പെങ്ങളുട്ടിക്ക് മാരേജ് നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അപ്പോൾ ആ ചോദിച്ച ആൾക്കുള്ള മറുപടിയാണ്. പിന്നെ പലരും ഒരുപാട് നല്ല നല്ല കമൻസ് അതിൽ അയച്ചിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ ആൻഡ് ലവ്ലി ഫാമിലി, സൂപ്പർ ഫാമിലി, ലവ്ലി ഫാമിലി, പൊന്നൂസ് സൂപ്പറാണ്, ഫാമിലി സൂപ്പറാണ്, അങ്ങനെ ഒരുപാട് കമൻസ് ആണ് അതിൽ വന്നിട്ടുള്ളത്. എനിവേ, നല്ല പോസിറ്റീവ് കമൻസ് തന്ന എല്ലാവർക്കും നല്ല സ്നേഹം മാത്രം എല്ലാവരോടും. അതുപോലെ ഞങ്ങളുടെ ചാനലും വീഡിയോ ഒക്കെ കാണുമ്പോൾ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആവണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യാണ്. എന്തായാലും ഈ Q&A നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാരും സപ്പോർട്ട് ചെയ്യാ അല്ലേ? ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ. അതെ, പൊന്നൂസ് പറഞ്ഞ പോലെ. അപ്പൊ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. താങ്ക് യു സോ മച്ച്. സൈനിങ് ഓഫ്, പൊന്നൂസിന്റെ ഇക്കാക്ക.